ഉദ്ഘാടനങ്ങൾക്ക് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെയാണ് കൊണ്ടുവരുന്നതെന്നും സമൂഹത്തിന് സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണെന്നുമുള്ള പ്രതിഭ MLAയുടെ പ്രസംഗം സംസാര വിഷയവും സോഷ്യൽ മീഡിയയിൽ വൈറലുമായി. കായംകുളം എരുവ നളന്ദ കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ 34ാം വാർഷികാഘോഷത്തിന്റെ സമാപന വേദിയിൽ സംസാരിക്കുകയായിരുന്നു MLA. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെയാണ് കൊണ്ടുവരുന്നതെന്നും സമൂഹത്തിന് സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണ് ഉള്ളതെന്നും അഡ്വക്കേറ്റ് പ്രതിഭ MLAയുടെ പ്രസംഗം സംസാര വിഷയമായി. കായംകുളം എരുവ നളന്ദ കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ 34ാം വാർഷികാഘോഷത്തിന്റെ സമാപന വേദിയിൽ സംസാരിക്കുകയായിരുന്നു MLA. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കട ഉദ്ഘാടനത്തിന് സിനിമാ താരങ്ങൾ, അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ. എന്തിനാത്? ഇത്രയ്ക്ക് വായനകളാണോ കേരളത്തിലെ മനുഷ്യര്? തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും അവിടെ ഇടിച്ചു കയറുക. ആ രീതിയൊക്കെ മാറണം. അത്തായി പറയണോന്നെ നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയും. ഇതൊന്നും സദാചാരവാദമാണെന്ന് പറയാൻ എന്റെ നേരെ ഇടി ഉണ്ടാക്കാൻ വരരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാന്യമായ വസ്ത്രധാരണം ധരിക്കുക എന്നുള്ളത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അത്യാവശ്യം. പിന്നെ തുണി ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നാളെ ഇപ്പം ദിഗംബരന്മാരായിട്ട് നടക്കണം ആരെങ്കിലും തീരുമാനിച്ചാൽ നമുക്ക് ചോദിക്കാനൊന്നും അവകാശമില്ല. ഉണ്ടോ? ഇല്ല. ഒരാൾ പറയും ഞാൻ ദിഗംബരനാന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഒന്നും എന്താ അങ്ങനെ ദിഗംബരൻ വസ്ത്രം ഇടാതിരിക്കുന്നവർക്ക് ഒരു പേരുണ്ടല്ലോ അല്ലെ? ദിഗംബരനാണോ? ദിഗംബരനാ. ഓക്കെ, സോറി, ഞാൻ തെറ്റാ പറഞ്ഞെങ്കിലും. അപ്പൊ അതും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ സഭയിലുള്ള ഒരു കാര്യം പറയണം. ഇപ്പൊ കേരളത്തിൽ ഒരു ഒളിഞ്ഞു നോട്ട പരിപാടിയുണ്ട് വൈകുന്നേരം. മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുക, അവരുടെ പാൻറ് ഇറുകിയതാണോ, അവരുടെ ടോപ്പ് ഇറുകിയതാണോ എന്നൊക്കെ കമന്റ് ചെയ്യുക. ഇങ്ങനെ കുറെ വായനയുടെ പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് അനശ്വരനായ നടനാണ്, ഭയങ്കര മിടുക്കനായ നടനാണ് മോഹൻലാൽ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. മീഡിയയിൽ നിന്നുള്ള നയിച്ചില്ല ഞങ്ങൾക്ക് പറയില്ല. നാളെ എന്നെ ഏറെ കേട്ടു എന്റെ പൊന്നമ്മോ. ആവശ്യം ഒരു നാടക നടനെ ഒരു ഷോ ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സമൂഹത്തില് ആളുകൾ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? എന്റെ ഒരു ചോദ്യം അത്. എത്ര ടാലന്റഡ് ആണ് ആർട്ടിസ്റ്റുകളാണ്. എന്നാൽ വിദേശ രാജ്യത്തേക്ക് പോയാൽ തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്കാണ് ഏറ്റവും വലിയ വാല്യൂ, അല്ലേ സാർ? തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്കാണ് ഏറ്റവും വലിയ വാല്യൂ, നാടകത്തിനാണ് വാല്യൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതുപോലെ തന്നെ സിനിമയിൽ കാണുന്നതിനെ അനുകരിക്കാനുള്ള ഒരു വൃത്തികെട്ട ശീലം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വരാണ്. നമ്മൾ അതിനൊക്കെ എതിരെ ആരാധിക്കാം, ഭ്രാന്താവണ്ട. കണ്ടല്ലേ, വിജയെ കാണാൻ കുറെ പേര് ഇടിച്ചു കയറി 40 പേരിലധികം മരിച്ചു പോയി എന്നുള്ളതാണ്. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? എന്തോ ജനാധിപത്യത്തിൽ താഴെ രാജാക്കന്മാരാണോ ജനാധിപത്യത്തിൽ വരേണ്ട? ഒന്നുമല്ല. സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പച്ച മനുഷ്യരാണ് ജനങ്ങൾക്ക് വേണ്ടി വരേണ്ടത്. ബുധനാഴ്ച നടന്ന പരിപാടിയിലാണ് പ്രതിഭയുടെ വിമർശനമുണ്ടായത്. ഇത് വെള്ളിയാഴ്ച ചില മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ സോഷ്യൽ മീഡിയയിലും പ്രസംഗം വൈറലായി. അതേസമയം സോഷ്യൽ മീഡിയയിലാകെ MLA അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ഏറെയും വന്നത്. സിനിമാക്കാരോട് സമൂഹത്തിനൊരു തരം ഭ്രാന്താണെന്നും എന്തിനാണിതെന്ന് മനസ്സിലാകുന്നില്ല എന്നും MLA പ്രസംഗത്തിൽ പറഞ്ഞു. ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നതാണ് പുതിയ സംസ്കാരം. ഇത്രയ്ക്ക് വായുനോക്കികളാണോ കേരളത്തിലെ മനുഷ്യർ എന്നും MLA പ്രസംഗത്തിൽ ചോദിച്ചു. ഉടുപ്പിടാത്ത സിനിമാ താരങ്ങൾ എത്തിയാൽ എല്ലാവരും അങ്ങോട്ട് ഇടിച്ചു കയറും എന്നതാണ് ധാരണ. അത്തരം രീതികൾ മാറ്റണം. തുണി ഉടുത്തു വന്നാൽ മതി എന്ന് പറയണം. ഇതൊക്കെ പറയുന്നത് സദാചാരമാണെന്ന് പറഞ്ഞ് തൻ്റെ നേരെ ആരും വരരുതെന്നും മാന്യമായ വസ്ത്രധാരണം അനുസരിക്കേണ്ടത് തന്നെയാണെന്നും പ്രതിഭ MLA പറഞ്ഞു. തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നാം ജീവിക്കുന്നത്. ദിഗംബരന്മാരായി നടക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ ചോദ്യം ചെയ്യേണ്ട അവകാശമൊന്നും നമുക്കില്ല. കേരളത്തിലിപ്പോൾ ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട്. വൈകുന്നേരം ഉറങ്ങുന്നത് നോക്കുക. അവരുടെ പാൻറ് ഇറുകിയതാണോ, അവരുടെ ടോപ്പ് ഇറുകിയതാണോ കമന്റ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അനശ്വരനായ നടനാണ് ഈ പരിപാടി നടത്തുന്നത്. ഭയങ്കര മിടുക്കനായ നടനാണ്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. എന്നാൽ പ്രസംഗം കോൺഗ്രസ് BJP അനുഭാവികൾ ഉൾപ്പെടെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ കൗതുകകരം. CDNet ന്യൂസ്, കായംകുളം.